എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കേപ്പ് മേലാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെല്ലാവരും ഇവിടുത്തെ സൂവിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് പോകുന്നത് ഇവിടുത്തെ ഒരു അടിപൊളി ബീച്ച് കാണാനാണ്. ഒരു അടിപൊളി വൈബാണ്. ബീച്ച് മാത്രമല്ല ഇവിടുത്തെ സ്ഥലങ്ങളും ഒക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട, വേഗം തന്നെ പോകാം. കാരണം വെച്ചാൽ ഇപ്പോൾ വൈകിട്ടായിട്ടുണ്ട്, ഒരു 4:30 കഴിഞ്ഞ്. അപ്പോൾ ബീച്ചിൻ്റെയൊക്കെ ആ ഒരു വൈബൊക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും പോയി നോക്കാമല്ലേ, അവിടെ തിരക്കാണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല. എന്തായാലും നല്ല ചൂടാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഇതൊരു വെയിലാണെന്ന് അറിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതേ ഇവിടുന്ന് ഈ ഒരു സൂ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങണേണ്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാണ്, കേട്ടില്ലേ? നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ കൂടുതൽ ഇന്ത്യൻസിനെയൊക്കെ ഉണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കൂടുതലും ഫാമിലി ആയിട്ട് സൂ ആകുമ്പോൾ അറിയാമല്ലോ, പിള്ളേർക്കായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും. പിന്നെ ബീച്ചിൽ പോയി നോക്കാം അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. എന്തായാലും തിരക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അമേരിക്കൻസ് പോണ ഒരു ഏരിയയാണ് ബീച്ച്. കേപ്പ് മേ ബീച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിരിക്കുമല്ലോ. കാരണം വെച്ചാൽ അമേരിക്കയുടെ ഗോവയെന്നാണല്ലോ ഈ കേപ്പ് മേൽ അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് അവിടുത്തെ വൈബെന്ന്. വേണ്ട ആളുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ക്ലോസ്ഡാണ് ഇവിടെ. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമായിരുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഈ സൂവിൻ്റെ അകത്ത്. എന്തോരോ ആളുകളാണെന്ന് അറിഞ്ഞാൽ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറുണ്ട് ബീച്ചിലേക്ക്. നമ്മളിപ്പോൾ ഇവിടെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ബീച്ചിൻ്റെ അങ്ങോട്ട് നടക്കണേണ്. കുറേ ഉണ്ടിട്ട് നടക്കാം. കാരണം എന്ന് വെച്ചാലേ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ സ്ഥലമൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത്തിരി ദൂരെയാണ് പാർക്ക് ചെയ്തേക്കണത്. പിന്നെ ഇപ്പോൾ നമുക്കിനി നടന്ന് കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ അങ്ങോട്ട് പോവാം. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കണവർ. എല്ലാവരും നടന്നു തന്നെ പോകും. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നല്ല ക്യൂ ആയിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ കുറച്ചും കൂടി ദൂരത്തായതുകൊണ്ടാണ് നമുക്ക് നല്ല സൗകര്യത്തിന് പാർക്കിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നടക്കണ വഴിയിൽ ഫുള്ള് റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, എന്ത് രസമാണെന്ന് പറഞ്ഞാൽ കാണാനായിട്ട്. അതും എല്ലാ റെസ്റ്റോറൻറ്റുകളിലും എന്ത് തിരക്കാണെന്ന് അറിഞ്ഞ് ഇതിന് മാത്രം ആൾക്കാരാണ് ഇവിടെ വരുന്നത്. നോക്കിക്കേണ്ട അടിപൊളി വൈബാണ് കേട്ടോ. ലൈവ് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് എന്താ രസം. ഇവിടെ സിറ്റി ബസ് ടൂറും പിന്നെ അതുപോലെ തന്നെ കുതിരവണ്ടി സഫാരിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കൂടുതലായിട്ട് നമുക്ക് നടന്ന് കാണാനാണ് ഏറ്റവും രസം. കാരണം ഈ ഒരു സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞാൽ. വേണമെങ്കിലും നമുക്ക് ബൈക്ക് അതുപോലെ തന്നെ ബഗ്ഗീസൊക്കെ റെൻറ്റിന് കിട്ടും. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ നടത്തത്തിന് ശേഷം ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ബീച്ചിൻ്റെ വൈബ് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ അടിപൊളിയാണ് കേട്ടോ. അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇതേ ആ കാണുന്ന ഷെഡിൽ കുറേ ആൾക്കാർ നിൽക്കണണ്ട. അവിടെ ഫുള്ള് ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ചിക്കനും മട്ടനും ഒക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യണതും പിന്നെ കുറേ ഉണ്ടാക്കി കഴിക്കണതും കൊണ്ടുവന്ന് കഴിക്കണതും അതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഷെഡൊക്കെ കെട്ടി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്യണം. കുറേ പേരൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണ് ഇവിടുത്തെ ബീച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു ക്ലീനിങ് ആട്ടെ. എന്ത് വൃത്തിയാണെന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റ് പോലും ഇല്ല. ഇവിടെയൊക്കെ ഫുഡ് ഇരുന്ന് കഴിച്ചാൽ എന്താണ് ഒന്നും താഴെ ഇട്ടിട്ടില്ല. അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ. ഇവിടെ ചെയറൊക്കെ നമുക്ക് റെൻറ്റിന് കിട്ടും കേട്ടോ. എന്നിട്ട് അല്ലെങ്കിൽ ചിലവർ കൊണ്ടുവരും. പിന്നെ പിള്ളേരാണെങ്കിലും കുറേ ടോയ്സും ഒക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ട് അവിടെ ഇങ്ങനെ കിടക്കുക ഇരിക്കുക. എന്തൊരു വൈബാണെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ.
ബീച്ച് ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളേലേ. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ. കിലോമീറ്ററുകളോളമാണ് ആൾക്കാർ ഇങ്ങനെ നടക്കുകയും ഇരിക്കുകയും കിടക്കുകയും വെള്ളത്തിലിറങ്ങുകയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അടിപൊളിയാണ് ഇവിടുത്തെ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ വൃത്തി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ മണലിൽ കൂടിയൊക്കെ നടക്കാനൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ ബോട്ടിംഗ് റൈഡൊക്കെ ഉണ്ട്, അത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അതിനൊക്കെ പോകാം. എന്തായാലും ഞങ്ങൾ രണ്ടാമത്തെ തവണയാണ് വരുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു തണുപ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തിക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സമ്മറിലാണല്ലോ സാധാരണ ബീച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ വൈബ് ഉണ്ടാവുക. ഇതിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. വൈകിട്ടൊക്കെയാണ് വന്നേന്നുണ്ടെങ്കിൽ ഇവിടെ അസ്തമയം കാണുക ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ ബീച്ചിനോട് വിട പറയുകയാണ്. അപ്പോൾ നമുക്കിവിടെ ക്ലീൻ ചെയ്യാനുള്ള ഷവർ ഏരിയ ഒക്കെ ഉണ്ട്. കയ്യും കാലും മാത്രം കഴിയാൻ മതിയെങ്കിൽ അങ്ങനെ, അഥവാ കുളിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എല്ലാ ഓപ്ഷനും ഉണ്ട് കേട്ടോ. അത് നല്ല പരിപാടിയാണല്ലേ. നമ്മൾ ബീച്ചിലൊക്കെ പോയി ആകെ മണലും ഒക്കെ ആയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഒന്ന് കഴുകണമെന്നുണ്ടെങ്കിൽ ഇതുമാതിരത്തെ ഒരു ഷവർ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തോരം ആളുകളാണെന്ന് പറഞ്ഞാൽ അവിടെ വന്ന് ഇങ്ങനെ കഴുകിയിട്ടൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു ബോട്ട് പോകണ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവിടെ ബോട്ട് റൈഡൊക്കെ ഉണ്ടെന്ന്. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ബോട്ട് റൈഡിന് പോവുകയാണെങ്കിൽ ഡോൾഫിനെയൊക്കെ കാണിക്കുമെന്നൊക്കെയാണോ പറയണത്. ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. എന്തായാലും അടിപൊളിയാണെന്ന് തോന്നണം. നമ്മളെന്തായാലും അതിനൊന്നും നിന്നില്ല. ഇതൊക്കെ ഒരു താമസിച്ചൊക്കെ നിൽക്കുകയാണെങ്കിലൊക്കെ ഉണ്ട് അതിനൊക്കെ പോകാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് താമസിച്ച് 1-2 ദിവസം കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു, റെസ്റ്റ് എടുത്തു. അതിന് ശേഷം ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണോട്ടെ. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു സ്ട്രീറ്റ്, ആ ഭാഗത്ത് ഒരുപാട് കഫേകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ കുതിരവണ്ടി സഫാരി കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവിടെ കുതിരവണ്ടി കയറി കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീറ്റിൻ്റെ അകത്തെ കൂടിയൊക്കെ ഫുള്ള് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരമ്മൂമ്മ മാത്രം. ഈ കാണുന്ന ഗോൾഫിൻ്റെ ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്കിതിൻ്റെ അകത്ത് കയറാം. അതിന് വേണ്ട കളിക്കേണ്ട സാമഗ്രികളൊക്കെ അവർ തരും. നല്ല തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് റോഡിൽ കൂടി പോകുമ്പോൾ കാണാം ഇതിൻ്റെ അകത്ത് പിള്ളേരൊക്കെ ഇതിരുന്ന് കളിക്കണത്. ഇനിയിപ്പോൾ നടക്കണ വഴിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് കൊളോളിയൻ രീതിയിലുള്ള വീടുകളൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുക. അതും മൊത്തത്തിൽ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് എയർബിഎൻബി വഴിയുള്ള വീടുകളാണ്. നിറച്ച ആൾക്കാരാണ്. ഇതേ കണ്ടില്ലേ, ഓരോ വീടിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാരിരുന്നിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്താണ് വരുന്നത്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയ ഉണ്ടോ ഇത്. ദൂരം ആൾക്കാരാണെന്ന് പറഞ്ഞാൽ വഴിയിൽ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. മിക്ക റെസ്റ്റോറൻറ്റുകളാണെങ്കിലും ലൈവ് മ്യൂസിക്കാണ്. ഈ കാണുന്നതൊക്കെ റെസ്റ്റോറൻറ്റുകളാണ് ഈ ആൾക്കാർ കയറി ഇറങ്ങി പോണത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയിട്ട് നേരത്തെ കണ്ട ഭാഗത്തായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. നമ്മളങ്ങനെ കെമ്മയുടെ മെയിനായിട്ടുള്ള സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് റെസ്റ്റോറൻറ്റുകളുടെ കയ്യും കണക്കുമില്ല കേട്ടോ. അതിന് മാത്രം റെസ്റ്റോറൻറ്റുകൾ, സൂവിനീർ ഷോപ്പുകൾ, പിന്നെ ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഷോപ്പുകൾ, അതൊക്കെയാണ് കേട്ടോ ഈ ഒരു സ്ട്രീറ്റിലായിട്ടുള്ളത്. നമ്മളപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ ഒരു സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അതിന് മാത്രം തിരക്കാണ്. നമ്മളങ്ങനെ ഈ കാണുന്ന കഫേയിലേക്കാണ് പോണത്. കുറേ നേരം പുറത്ത് ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമുക്കൊരു
സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സീറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ അകം നിങ്ങളൊന്ന് കാണണം കേട്ടോ. ഭയങ്കര തിക്കും തിരക്കാണ്. സീറ്റൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് നടക്കാൻ പോലും വയ്യാട്ടോ. ഒരു ഇടുങ്ങിയ വഴി കൂടിയാണ് നമ്മൾ നടക്കുന്നത്. അതുമാതിരത്തെ തിക്കും തിരക്കാണ് അതിൻ്റെ ഉള്ളിൽ. നമ്മളപ്പോൾ 1-2 ടൈപ്പ് സ്റ്റീക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബീഫും അതുപോലെ തന്നെ ചിക്കനും പിന്നെ ചീസി ഫ്രൈസൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അതുപോലെ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു ഫുഡിന്. നമ്മളങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞു, പുറത്തിറങ്ങി. ഇതേ എന്തൊരു തിരക്കാണ് നോക്ക് പുറത്ത്. നല്ല അടിപൊളി വൈബ് കണ്ട. Здесь тоже какой-то он. കേപ്മേ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സൂവിൻ്റെ വിശേഷങ്ങളും ബീച്ചിലെ വിശേഷങ്ങളും സ്ട്രീറ്റുകൾ എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഒരു ദിവസം ഫുള്ള് കാണാനുള്ളതുണ്ട്. അതിൽ കൂടുതലുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ന്യൂ ജേഴ്സിയിലുള്ളവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. വേണമെങ്കിൽ ഇവിടെ വന്ന് താമസിക്കാം കേട്ടോ. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. ആ ഒരു ബോട്ട് റൈഡും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ദിവസം കൊണ്ടാണെങ്കിൽ നമ്മൾ ആകെ ടയേർഡായി പോകും കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറന്നു പോവല്ലേ. അപ്പോൾ അമേരിക്കയിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.